ഇന്നലെ ലാലേട്ടൻ പോയതിന് ശേഷമാണ് നമ്മുടെ ബ്ലാങ്കറ്റ് ഇഷ്യൂ വന്നത്. പുതപ്പ് ഇഷ്യൂ വിട്ടിട്ടില്ല കേട്ടോ, ബിഗ് ബോസിൽ ഇപ്പോഴും പുതപ്പ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നിയിൽ പറയുന്നുണ്ട് സർക്കുലർ വന്ന പോലെ പറയാം, എന്നിട്ട് അനു പോയിട്ട് എടുക്കുന്നുണ്ട് 3 ബ്ലാങ്കറ്റ് ഉള്ളവർക്ക്. എന്തിനാണല്ലേ 2 പേർക്ക് 3 ബ്ലാങ്കറ്റ് എന്നുള്ള ചോദ്യം ഒരു ന്യായമാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ അതിലേക്ക് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ആരിനും ഗിസയിലും എന്ത് ചെയ്തിട്ടും ആ പുതപ്പ് കൊടുക്കാൻ പറ്റിയില്ല. അവിടുത്തെ തണുപ്പൊക്കെ ഭയങ്കര തണുപ്പാണ്, പക്ഷേ 3 ബ്ലാങ്കറ്റ് ഇട്ട് പുതക്കേണ്ട തണുപ്പൊന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ആര്യൻ ഗിസയിൽ കോമ്പോയിലോട്ട് കയറി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അനു കുറച്ചുകൂടി ഫയർ ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അനു പറയുന്നുണ്ട് ഇപ്പം എന്തായി എല്ലാവർക്കും, ഇപ്പം എല്ലാവർക്കും സംശയമായല്ലോ. കണ്ണിലേക്ക് ഉരു എടുക്കാൻ നോക്കിയ ലക്ഷ്മിയെ പിടിച്ചിട്ട് ഭിത്തി കയറ്റി ഷാനവാസ്, നിലപാടില്ലായ്മ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നെവിനും അത് അത്ര കുഴപ്പമില്ല. ജിഷിൻ ഔട്ടായി. ജിഷിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ അനു പറയുന്നുണ്ട് ഇപ്പം എന്താ എല്ലാവർക്കും, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായിരുന്നുള്ളൂ, ഇപ്പം എന്താ എല്ലാവർക്കും എന്നുള്ള ചോദ്യമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും നല്ല ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതേപോലെ ഷാനവാസ് പറയുന്നുണ്ട് നീ CID പണി നിൽക്കും, നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ല, നീ നിന്റെ കാര്യം നോക്കുമെന്ന് പറയും. ഇത് കഴിച്ച് ഞാനിവിടെ നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. റോസിക്ക് തന്നെ ഇഷ്ടമില്ലെങ്കിൽ റോസി പോയിക്കോ എന്ന് പറയുന്ന ഒരു വൈബാടെ കൊടുക്കേണ്ടതാണ് അനുവിനെ സംബന്ധിച്ചിടത്തോളം. അനു നോക്കാതിരുന്നാൽ മതി. അപ്പോൾ അനു പറയുന്നുണ്ട് എനിക്ക് മാറി കിടക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ കിടന്നാൽ ഉറക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. സ്വാഭാവികം, നമ്മൾ റൂമിൽ ഒരു ബെഡിൽ നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ സെറ്റാണ്. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനും ഗിസയിലും നല്ല രീതിയിൽ യൂസ് ചെയ്ത് തുടങ്ങി. സോറി, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ 2 പേരും കൂടി മിസ് ചെയ്യാൻ മറന്നുപോയി. ഗിസയിൽ ആര്യൻ, ലക്ഷ്മി, ബിന്നി, സാബുമാൻ 5 പേരാണ് അവിടെ എവിക്ഷൻ ഡിസേർവ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ആര്യൻ ഓക്കെ പോട്ടെ, പക്ഷെ എന്നാലും അവർ ഭയങ്കര ഷാഡോ ആയിട്ടാണ് കളിക്കുന്നത്. ഗിസയിലും ഈ പറഞ്ഞ മാതിരി വൺ സ്ട്രാറ്റജി ഗെയിമും കാര്യങ്ങളൊന്നും അവിടെ കൊടുക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് എടുത്ത് അബിയും ജിഷിനും നന്നായിട്ട് കളിക്കുന്നവർ പുറത്തായപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഓഹോ അവരെക്കാൾ നന്നായിട്ട് നമ്മൾ കളിക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് കളിക്കണം, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പുറത്താവാം, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇവർ 2 പേർക്കും ഇനി കുറച്ചും കൂടി എനർജി കൂടത്തേ ഉള്ളൂ. ആൻഡ് അറിയാലോ നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ്. ഇപ്പോൾ ആര്യനും ഗിസയിലാണെങ്കിലും അവരങ്ങനെ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ സ്നേഹം, പ്രേമം അഭിനയിക്കാനും അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ട് ശരിക്കും സ്നേഹിക്കാനും പ്രേമിക്കാനൊക്കെ നിൽക്കുന്നുണ്ടാവും. ആര്യം പറയുന്നുണ്ട് എന്തോ ലവൊക്കെ പോലെ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ മുൻ സീസണിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വിഷയം ഞാനിവിടെ ഓർമ്മപ്പെടുത്തണം. അതേപോലെ തന്നെ അതിന് മുമ്പത്തെ സീസണിൽ വേറെ ചില സീസണിൽ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് ശേഷം നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനെ ക്ലിഞ്ഞോ എന്നും പറഞ്ഞ് വലിച്ചെറിഞ്ഞ ഒരു പ്രമുഖ വ്യക്തിയുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും പേരും സീസണൊന്നും ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ അതേപോലെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ പോകണമെന്ന് തോന്നുന്നത്. കാരണം ആളുകൾ എന്തായാലും അടുത്ത ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആര്യനെയും ഗിസലിനെയാണ്. വിൽ സീ.